ഇന്റർചേഞ്ച് ആണെങ്കിലോ? ഞാൻ ജോലിക്ക് പോയില്ല കേട്ടാ, ഞാൻ പശുവിനെ നോക്കിയിരുന്നോളാം. ഹലോ പറഞ്ഞേ. ദിസ് ഈസ് സരംഗ് ആൻഡ് ദിസ് ഈസ് ഭവ്യ. അത് കാണാതെ എൻ്റെ അടുത്ത് ഹോസ്റ്റേജിക്ക് വരണ്ട പറഞ്ഞു. മൈൻഡ് സെറ്റ് ചെയ്തതായിരുന്നു ഈ തണുപ്പത്തൊരു കുഞ്ഞൊരു കോഫി. കളർഫുൾ സീബ്ര ക്രോസിംഗ്. സ്റ്റേഴ്സ് കയറി ശീലമില്ലാത്തോണ്ട് കുറെ സ്റ്റേഴ്സ് കയറി കിതയ്ക്കണു. അമ്മേ എന്റെ കാല് വിറയ്ക്കണു. ആ വെറുതെ നിൽക്കുമ്പോ വിറച്ചോണ്ടിരിക്കുക. ഹായ്, നമ്മളപ്പോൾ ഇത് സാൽസ്ബർഗിലാണ്. 7:30 സമയം. ഞങ്ങളുടെ കസിൻസ് 2 പേര് ജർമ്മനിയിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് ഓസ്ട്രിയയിൽ. സോ ഇന്ന് ഞങ്ങൾ 4 പേരും കൂടിയിട്ടായിരിക്കും ഇറങ്ങാൻ പോണത്. നല്ല തണുപ്പുണ്ട്, പച്ചവടം പോലെ മൂടിയിട്ടുണ്ട്. ഇനി അവിടെ എത്തുമ്പോൾ നോക്കാം. ട്രെയിനിനകത്ത് തണുപ്പുണ്ടാവാറില്ല ആക്ച്വലി. അല്ല, ഐ മീൻ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ. ഹലോ പറഞ്ഞേ. ദിസ് ഈസ് സരംഗ് ആൻഡ് ദിസ് ഈസ് ഭവ്യ. ഞങ്ങളുടെ ജർമ്മൻ ഹോസ്റ്റലുകളാണ്. ഞങ്ങൾ അടുത്ത ട്രെയിൻ പിടിക്കാൻ പോകും. ഇതാണ് കോൺഫാം, ഇഫ് ഐ എം നോട്ട് റോങ്. കണ്ടിട്ട് അതുപോലെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഹൗസ്റ്റാറ്റിൽ നിന്ന് സാൽസ്ബർഗ് പറഞ്ഞ വഴിക്ക് ഫുള്ള് ഇതായിരുന്നു കണ്ടത്. ഞങ്ങൾ നിൽക്കുന്ന സ്റ്റേന്ന് സാൽസ്ബർഗിലേക്ക് ആദ്യം ട്രെയിൻ ടിക്കറ്റ് എടുത്തു. പോയാ നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തിയില്ലെങ്കിൽ ട്രെയിനൊക്കെ പോകും. അപ്പോൾ ഞങ്ങൾ അടുത്ത ട്രെയിനിലാണ് കയറിയത്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് ഫ്രൈലാസിങ് അങ്ങനെ എന്തോ ആണല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആദ്യം സാൽസ്ബർഗ് ബാനോഫിൽ പോകണം. അവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ മെയിൻ സ്ഥലമായ ഹോൾസ്റ്റാറ്റിക്ക് പോകണം. സോ ഈ ഹോൾസ്റ്റാറ്റിക്ക് എത്തിപ്പെടാൻ ട്രെയിനും ബസ്സൊക്കെ മാറി മാറി നമുക്ക് കയറണം. പിന്നെ അത് കയറിയപ്പോൾ സമാധാനമുണ്ട്. അതെ, പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടതാണ് ഫുള്ള് കണ്ടോ മരങ്ങൾ. അത് വിൻ്റർക്ക് വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണെന്ന് തോന്നുന്നു എനിക്ക്. ഞങ്ങൾ യൂറോപ്പിൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇവരായിരുന്നു ഞങ്ങൾക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ജർമ്മനിയിലെ വിശേഷങ്ങളും പിന്നെ യൂറോപ്പിലത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. അവരുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ അധികം ബോറടിച്ചൊന്നുമില്ല. നല്ല രസമായിരുന്നു വർത്താനൊക്കെ പറഞ്ഞിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവസാനം സാൽസ്ബർഗ് ഹോത്ത്ബാനോഫിലെത്തി. ഇനി നമുക്ക് ഇവിടുന്ന് ബസ് എടുക്കാനുള്ള സ്ഥലത്തോട്ട് പോകണം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് സാൽസ്ബർഗ് മെയിൻ സ്റ്റേഷനിലാണ്. ഇവിടെ ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ മെയിൻ സ്റ്റേഷൻസിനൊക്കെ ഹൗത്ത്ബാനോഫ് എന്നാണ് പറയുക. പിന്നെ നോർമൽ സ്റ്റേഷൻസിന് ബാനോഫ് എന്നും. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. ബസ്സിൽ നമ്മൾക്ക് എല്ലാവർക്കും വിൻഡോ സീറ്റൊക്കെ കിട്ടിയിട്ടോ. അങ്ങനെ ഭയങ്കര അടിപൊളി വ്യൂസൊക്കെയാണ്. നമുക്കുണ്ടല്ലോ കണ്ടാലും മതിയാവില്ല, അത്രയ്ക്ക് അടിപൊളി വ്യൂസ് ഒക്കെയാണ്. എന്നുവെച്ചാൽ പച്ചപ്പും കുറേ വീടുകളും. പ്രത്യേകിച്ച് നമുക്ക് സിംഗപ്പൂർ ഇങ്ങനെ ഇത്രയും പച്ചപ്പും വീടുകളൊന്നും ഇല്ലല്ലോ, ഫ്ലാറ്റല്ലേ കൂടുതലും. സോ ഞങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓസ്ട്രേലിയ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ 7000 മേലെ മൗണ്ടൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഓസ്ട്രിയയുടെ 60% ആൽപ്സ് മൗണ്ടൻസ് കവർ ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് വിയന്ന വ്ളോഗ് കണ്ടാൽ മനസ്സിലാവും. വിയന്ന എന്ന് പറയുന്നത് ഒരു സിറ്റി വൈബാണ്. പക്ഷേ ഹോൾസ്റ്റാറ്റ് നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ലേക്കാണ്. അടുത്ത ദിവസം നമ്മൾ വുൾഫ്ഗാങ്സെ ലേക്കും കവർ ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ ഹോൾസ്റ്റാറ്റാണ്. ഞങ്ങൾ പറയായിരുന്നു ഇതുപോലെ ഒരു വീട് അല്ലേ, അതുപോലെ ഒരു വീട്, ഒരു പുൽമേട്, ഒരു 2 പശു എസ്തെറ്റിക്സിന് വേണ്ടിയിട്ട്, പിന്നെ മലമുകളിലൊരു വീട്, ഒരു മേൽക്കൂരൊക്കെ ഉള്ള ഒരു വീട്. ഞാൻ ജോലിക്ക് പോയില്ല കേട്ടാ, ഞാൻ പശുവിനെ നോക്കിയിരുന്നോളാം. കാണാൻ എന്തൊരു രസമാണ്. ഇവിടുത്തെ വില്ലേജസും ലേക്സൊക്കെ കാണുമ്പോൾ നമുക്കൊരു സ്റ്റോറി ബുക്കിലുള്ള പോലെ ഫീൽ ചെയ്യും. ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദിസ് മൗണ്ടൻസ് ആൻഡ് ആൽപ്സ്. പിന്നെ ഈ ട്രഡീഷണൽ ഹൗസസ് അതെല്ലാം
ലേക്സും എല്ലാം കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീല് വരുന്നത്. ഓസ്ട്രേലിയ 10,000-ന് മേലെ ലേക്സ് ഉണ്ട് ആൻഡ് ഇതൊക്കെ ഭയങ്കര ക്ലീനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നീന്താനും പിന്നെ നിങ്ങൾക്ക് വെള്ളം കുടിക്കാനും പറ്റും എന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ ഞങ്ങൾ കുടിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. ബട്ട് ഇത് ഗ്ലാസ് ക്ലിയർ ടർക്കോയ്സ് വാട്ടറാണ്, അതിൽ ഞാൻ യോജിക്കുന്നു. മൗണ്ടൻസിൽ നിന്നുള്ള മഞ്ഞുരുകിയിട്ടാണ് ഇവിടെ വെള്ളം ഒഴുകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വെള്ളമൊക്കെ എപ്പോഴും ഭയങ്കര തണുപ്പുള്ളതും പിന്നെ അത്രയും ക്ലീനും ആയിരിക്കും. എന്നെ പോലെ കാട്ടിന് കുളിർന്ന് കിട്ടണ കാഴ്ചകൾ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ പ്ലീസ് ഓട്ടം സീസണിൽ വരണം. ലൈക്ക് എനിക്കിപ്പോഴും സ്റ്റിൽ ഓട്ടം കിട്ടിയിട്ടില്ല. ലൈക്ക് 1 to 2 weeks കഴിയണം പറഞ്ഞിട്ട് ഇനിയും ഫുൾ യെല്ലോ ആൻഡ് റെഡ് കളർ ആവാൻ വേണ്ടിട്ട്. സോ സാഡ്. ബട്ട് ലെറ്റ്സ് സീ നമ്മൾ പോണ സ്ഥലങ്ങളിൽ കിട്ടുമോ നോക്കാം. ബിക്കോസ് ഓട്ടം ഇസ് വെരി സ്പെഷ്യൽ ഫോർ മീ ആക്ച്വലി. ബിക്കോസ് എനിക്ക് ഇതൊന്നും കണ്ട് ശീലമില്ലാത്തതുകൊണ്ട്, സിംഗപ്പൂർ ഇതൊന്നുമില്ല, അത് കണ്ട് ശീലമില്ലാത്തതുകൊണ്ട് ഇറ്റ്സ് റിയലി ഓസം. നിങ്ങൾക്ക് എത്രത്തോളം ഈ ക്യാമറയിൽ അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര ഗ്രീനിഷ്, യെല്ലോയിഷ് ആൻഡ് ഓറഞ്ച് ഷെയ്ഡ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഓട്ടത്തിൻ്റെ ബിഗിനിങ് ആണല്ലോ. ഞാൻ ഈ ഒരു ഓട്ടം സീസൺ എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം ഈ വ്യൂസൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര അടിപൊളിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ആദ്യമായിട്ട് തന്നെ ഒരു ഓട്ടം ലീഫ് കണ്ടപ്പോൾ തന്നെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾ കണ്ടോയെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഞാനെന്തായാലും പറക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പശുക്കളുടെ ഭംഗി കാണണമെങ്കിൽ ഇവിടെ വരണം. നാട്ടിൽ കാണുന്ന പശുക്കൾ തന്നെയായിരിക്കും ഇവിടെ, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബസ് ഇറങ്ങിയിട്ട് ഇപ്പം ഞങ്ങൾ വന്നേക്കണ സ്ഥലം ബാരിഷ് ആന്ന് തോന്നുന്നു. പ്രൊനൗൺസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് വീടുകളൊക്കെ നോക്കി നല്ല രസം. ഇതേ നമ്മുടെ ആൾക്കാർ ഇവിടെ നിൽക്കണം. ഇനി അടുത്തത് ഏതാ? ബസ്സാ നീ ഇന്റർചേഞ്ച് ആണെങ്കിലോ? ആ ശരിയാ. എൻ്റെ പൊട്ടത്തരം മൊത്തം ഇതിൽ നിൽക്കും. ട്രെയിൻ വെയിറ്റ് ചെയ്യാൻ ഇനി കുറേ സ്ഥലമുണ്ട്. ട്രെയിനായിരുന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ബസ്സാണോ എന്ന് ചോദിച്ചു. എൻ്റെ ചോദ്യം ഒരു തെറ്റാണോ? ഞങ്ങളിനി ഇവിടെ അരമണിക്കൂറുണ്ട് ബസ് വരാൻ. അപ്പം ഞങ്ങളിനി ഫുള്ള് ഇവിടെ കുറച്ച് ദൂരം നടന്ന് കാണാം. തണുപ്പ് നേരത്തേക്കാളും തണുപ്പ് ഇച്ചിരി കുറവ് പോലെ തോന്നുന്നുണ്ട്. എന്തെങ്കിലും കുടിക്കാനും കഴിക്കാനും പറ്റുമോ നോക്കാം. ഇത് ഇവിടെ ഗ്രീറ്റിംഗ് കാർഡ് ആണോ അത്? ആ ഗ്രീറ്റിംഗ് കാർഡ്സ് പോലെ ഉണ്ട്. അല്ല മാഗ്നറ്റാ അല്ല, അത് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ. ഓ ദിസ് ഈസ് മാഗ്നറ്റ്. അത് കാർഡ്സ് ആണ്. Überall gibt es solche und solche. Ne? Verschieden sind die Menschen verschieden. Warte her, ich bin ein alter Mann. Halt ein bisschen. Nein, nicht noch, nichts eigentlich. Nach noch Größe. Ciao. Let me show you something. ഇത് സീബ്ര ക്രോസിംഗ് കണ്ടോ? കളർഫുൾ സീബ്ര ക്രോസിംഗ്. നൈസ്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എൻ്റെ ലുക്ക് കണ്ടില്ലേ? ഇനി ഞങ്ങൾ കോഫി ആൻഡ് സ്നാക്സ് കുടിക്കാൻ പോവാണ് ഇവിടെ. വൈൽ വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ. ഇവിടെ എല്ലാ സ്ഥലവും കാണാൻ നല്ല രസമുണ്ട്. കോഫി കുടിക്കണ, സ്നാക്സ് കിട്ടണ സ്ഥലം ക്ലോസ് ചെയ്തിട്ടിരിക്കുക. മൈൻഡ് സെറ്റ് ചെയ്തതായിരുന്നു ഈ തണുപ്പത്തൊരു പിന്നെ ഒരു കോഫി കിട്ടിയില്ല. നമ്മുടെ ട്രെയിൻ വന്നു ഗൈഷ്. ഇതാണെന്ന് നിഗമനം. നമ്മുടെ റൈറ്റ് സൈഡിലോ ഗൂഗിൾ ചെയ്ത് ഞങ്ങളുണ്ടല്ലോ, ബസ് ട്രെയിൻ ഏതോ ആയിക്കോട്ടെ, ഞങ്ങൾ ഏത് കയറുകയാണെങ്കിലും വ്യൂ ഉള്ള സൈഡ് നോക്കിയിരിക്കുള്ളൂ. ഗൂഗിൾ ചെയ്ത് അതൊക്കെ ആദ്യം നോക്കി വെക്കും. ഇഫ് ഐ എം നോട്ട് റോങ്, യൂറോപ്പിലെ മോസ്റ്റ് ഓഫ് ദി ജേർണീസും നമ്മുടെ കണ്ണിന് അത്രയും കാഴ്ചകൾ തരുന്ന യാത്രകളായിരിക്കും.
നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ലോസ് ഉണ്ട്. ലൈക്ക് പൊല്യൂഷൻ കൺട്രോൾ. ഈ റിവറിലും ലേക്കിലൊക്കെ വേസ്റ്റ് കൊണ്ടുവരുന്ന പരിപാടിയൊന്നുമില്ല. പിന്നെ ഇവിടെ റീസൈക്ലിങ്ങും വേസ്റ്റ് മാനേജ്മെൻറ്റും ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അങ്ങനെ അത്ര അടിപൊളിയായി നോക്കുന്നതുകൊണ്ടാണ് നമുക്കിതൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഫൈനലി വി ഹാവ് റീച്ച്ഡ് ദ സ്റ്റേഷൻ. ആ മൗണ്ടനൊക്കെ കാണാൻ എന്ത് രസമല്ലേ. കുഞ്ഞ് സ്റ്റേഷനായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ ഹോൾസ്റ്റാറ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിറച്ച ആൾക്കാർ, ഈ ട്രെയിനിൽ നിന്ന് വന്ന ആൾക്കാർ കണ്ടോ. ഈ ട്രെയിനിൽ നിന്നുള്ള എല്ലാവരും ഇവിടെ കാണാൻ വന്നിരിക്കുന്നതാണ്. ഷിപ്പ് ടു ഹോൾസ്റ്റാറ്റാണ്. നമ്മളിനി ഫെറി എടുക്കാനല്ലേ പോകുന്നത്. ഇനി ഫെറി എടുത്തിട്ടാണ് മെയിനായിട്ടുള്ള ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. ഈ വ്യൂ ഒന്ന് നിങ്ങൾ കാണണം. ഓ മൈ ഗോഡ്, നമ്മളിപ്പോൾ ഹോൾസ്റ്റാറ്റ് സ്റ്റേഷനിൽ നിന്ന് വില്ലേജിലോട്ട് ഒരു 3 to 5 minutes ഉള്ള ഫെറി റൈഡാണ്. ഒരാൾക്ക് 1 way റൈഡ് വരുന്നത് €4 ആണ്. സോ റിട്ടേണും കൂടെ ആണെങ്കിൽ €8 ആണ് ഒരാൾക്ക് വരുന്നത്. എൻ്റെ അമ്മോ, യു ഗൈസ് ഹാവ് ടു സീ ദിസ് വ്യൂ. നിങ്ങൾ തന്നെ കണ്ടു നോക്കണേ. ദീസ് വ്യൂസ് ആർ ടു അമേസിങ്. നമ്മൾ ഈ ഫെറിയിൽ ആ വില്ലേജിലേക്ക് അടുക്കും തോറും നമുക്ക് ആ ബ്യൂട്ടി മനസ്സിലാവും. അത്ര അടിപൊളിയാണ്. വിത്ത് ക്ലോക്ക് ഒക്കെ ഉണ്ടല്ലോ. ഇതാണ് ഹോൾസ്റ്റാറ്റ്. ഞങ്ങൾ ട്രിപ്പ് വരുന്നതിന് മുന്നേ എന്നെ കൊണ്ടിരുത്തി ഏതായിരുന്നു സിനിമ ബലറീന കാണിപ്പിച്ചു. അത് കാണാതെ എൻ്റെ അടുത്ത് ഹോൾസ്റ്റാറ്റിക്ക് വരണ്ട പറഞ്ഞു. ആൻഡ് ഈ പ്ലേസൊക്കെയാണ് സിനിമയിൽ കാണിക്കണേ. ഫെറിയിലിരുന്ന് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ. ഈ ഹോൾസ്റ്റാറ്റ് വില്ലേജ് വന്നിട്ട് ഒരു 1.5 kilometer ഉള്ളൂ നീളം നോക്കുകയാണെങ്കിൽ. ആൻഡ് അറൗണ്ട് 800 ആൾക്കാരാണ് ഇവിടുത്തെ പോപ്പുലേഷൻ. ഇതൊരു ടൈനി വില്ലേജാണ്. നമ്മളിപ്പോൾ കുറച്ച് നേരമായല്ലോ പുറപ്പെട്ടിട്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു കോഫി കുടിക്കാനായിട്ട് അടുത്തുള്ള ഒരു കടയിൽ വന്നു. ഇവിടുത്തെ മെനുവിൽ സ്പെല്ലിങ്സ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. ലെറ്റ് മീ ഷോ യു ദാറ്റ്. ഇവിടെ നീങ്ങിക്കങ്ങോട്ടാ. ഇവിടെ എഴുതിയിരിക്കുന്നത് കെബാബ് ഐസ് ടീ. സ്പെല്ലിംഗ് ഡിഫറൻസ്. ഐസ് ടീ അല്ലേ, മിനറൽ വാട്ടർ. സ്പെല്ലിങ്സ് ഒക്കെ ബേറിന്റെ സ്പെല്ലിങ് ഉണ്ടോ? അതെന്തായിരുന്നു? അല്ല, അതെന്താണ് മിസ്റ്റർ? എന്താ അതെന്താ? എനിക്ക് ഇഷ്ടമല്ല. ആൻഡ് ഓഫ് കോഴ്സ് തണുപ്പായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കോഫി വാങ്ങിച്ചു. പിന്നെ കുറച്ച് സ്നാക്സ് മേടിച്ചു. ഇപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കി. വീട്ടിൽ ഞാൻ ചൂടാറാൻ വേണ്ടി തുറന്നു വയ്ക്കുന്ന കോഫി ഇവിടെ 1 minute പോലും വേണ്ട ചൂടാറി തണുത്തിരിക്കാൻ. ചൂടൊക്കെ വെച്ച് നമ്മൾ നടന്നു പോകുമ്പോൾ ഈ ഡ്രോയിങ്സ് കണ്ടു. ആൻഡ് യു ക്യാൻ സീ ഇതിൽ ഓരോ പിക്ചറും ഈ ഹോൾസ്റ്റാറ്റ് വില്ലേജിലെ ഓരോ ഭാഗങ്ങളാണ്. ഇത് കണ്ടോ, ഈ പുള്ളി ഇരുന്ന് വരയ്ക്കുന്ന, നേരെ നോക്കിയിരുന്ന് വരയ്ക്കുക. എന്തായാലേ കഴിവ്. അങ്ങനെ ഞങ്ങൾ പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നടന്നു കാണുമായിരുന്നു. നല്ല കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി ഞങ്ങൾക്ക്. ഹോൾസ്റ്റാറ്റ് വഴികളിലൂടെ ഞങ്ങൾ നടക്കുക. ഇത് നല്ല രസമുണ്ട്. കുറേ മേലോട്ട് നടക്കാണ്ടെന്നാണ് മനസ്സിലായത്. ഇവിടെ ബാറൊക്കെ ഉണ്ട്. എന്താ ഇത്? അയ്യോ, പിക് പോക്കറ്റ് എന്ന് പറയുമ്പം ക്യാമറ അടിച്ചുകൊണ്ട് പോയല്ലോ. അറിയാത്ത പോലെ എടുക്കാൻ പോകും. പോക്കറ്റില്ല എനിക്ക്, പിന്നെ പിക് പോക്കറ്റ്. ഇവിടെ ഒരു വഴി, ഒരു കാറ് പറഞ്ഞാൽ പോവാനുള്ള വഴിയുള്ളൂ. കണ്ടോ? ഇതൊരു കടയിലകത്ത് ഞാൻ കയറുന്നത്. അതാ ഇവിടെ നോക്ക്. ഇവിടെ എല്ലാ വീടുകളുടെ മേലെ എന്താ സൈക്കിളാ, പൂക്കള് വെച്ചിട്ട് നല്ല രസമുണ്ട് അല്ലേ? എല്ലാ വീടിന്റെ മേലും പൂക്കളുണ്ട്. നോക്ക്, അവിടെ വെള്ളച്ചാട്ടം, വാട്ടർഫോൾസ്. ഓ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോണം. അവിടേക്കുണ്ട് ഇവിടേക്കുണ്ട്. അങ്ങനെ ഡ്രിങ്കിങ് വാട്ടറൊക്കെ, ഡ്രിങ്ക് വാഷറിന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡ്രിങ്കിങ് വാട്ടറൊക്കെ ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ ഏതോ ഒരു പുണ്യാളൻ. ഓക്കെ,
ഇവിടെ ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള ക്യൂ ആണെന്നാണ് എനിക്ക് മനസ്സിലായടാ. എന്നിട്ട് ഇവിടെ നോക്ക്, കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ആ വാട്ടർഫോൾസ് കാണാൻ പറ്റും. എൻ്റെ കിട്ടിയ വാഷ്റൂമിൽ പോയിരിക്കുകയാണ്. ഓട്ടമല ഭ്രാന്തി. ഇനി നമുക്ക് കുറച്ച് കഥ പറയാം. യൂറോപ്പിലുള്ള ഭയങ്കര പഴയ വില്ലേജസിലെ ഒരെണ്ണമാണ് ഈ ഹോൾസ്റ്റാറ്റ് വില്ലേജ്. ആൻഡ് ഇത് 7000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. സാൾട്ട് മൈനിങ്ങിന് ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണിത്. ഹൈക്കിംഗ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല ഇതിനെ. എന്ത് രസമായി വീടുകളൊക്കെ കാണാൻ. ഓ, look at this view. Nice. നമ്മൾ മേലോട്ട് കയറും തോറും കാണുന്ന പാനോറമിക് വ്യൂസ് ആണ് ഇതൊക്കെ. കാട്ടാപ്പിള്. ഇത് രണ്ട് കളറുണ്ടല്ലോ. ഇത് ഗ്രീൻ ആപ്പിളോ റെഡ് ആപ്പിളാ? മിക്സ് ആണെന്നുണ്ട്. അതായിരിക്കല്ലേ. സ്റ്റെയർസ് കയറി നമ്മൾ ഈ പോയിന്റിലെത്തി. We can see this view. ക്യാബേജ് പണ്ടാറ് തുടങ്ങി. വാട്ടർഫാൾസ്. അയ്യോ, സ്റ്റെയർസ് കയറി ശീലമില്ലാത്തോണ്ട് കുറെ സ്റ്റെയർസ് കയറി കിതയ്ക്കണു. അമ്മേ അയ്യ. ഇതാണ് ഹോൾസ്റ്റാറ്റിന്റെ വ്യൂ. ഇവിടെ നിന്നുള്ള വ്യൂ. ആൻഡ് ദിസ് ഇസ് ദ വാട്ടർഫോൾ യു ക്യാൻ സീ. ആസ് ഐ സെഡ്, നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്നാൽ നമുക്ക് ഹോൾസ്റ്റാറ്റ് വില്ലേജും പിന്നെ ലേക്കും മൗണ്ടൻസും ഫുൾ വ്യൂ കാണാം. അങ്ങനെ ഹോൾസ്റ്റാറ്റ് വില്ലേജ് നടന്ന് കണ്ട് വാട്ടർഫോളൊക്കെ നടന്ന് കണ്ട് ഞങ്ങളിപ്പോൾ തിരിച്ചു പോകാം അടുത്ത സ്ഥലത്തേക്ക്. ഓൾ ദ വേ ഇത്രയും സ്റ്റെപ്സ് കയറി ഓൾ ദ വേ തിരിച്ച് നടന്നിറങ്ങും. ഇറങ്ങാൻ പിന്നെ കുഴപ്പമില്ലല്ലോ, കിതപ്പില്ല. ഇതാണ് നമ്മൾ വന്ന വഴി. നമ്മളിനി അടുത്തത് പോകാൻ പോണ സ്ഥലം ഇതാണ്. ബുക്കൊക്കെ പഠിക്കണ്ടല്ലോ. What are you searching for? കഴിഞ്ഞ നോക്കി കഴിഞ്ഞ എന്റെ കാല് വിറയ്ക്കണു. വെറുതെ നിൽക്കുമ്പോ വിറച്ചോണ്ടിരിക്കുക. ഒരു സൈഡിൽ ലേക്കും മറ്റേ സൈഡിൽ ഫുള്ള് ട്രഡീഷണൽ ഹൗസസ് ഉള്ള ഈ വഴി കൂടെയാണ് നമ്മൾ നടക്കണം. ഇവിടെ കുറേ ഷോപ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ എല്ലാവരും വെയിറ്റ് വാങ്ങിക്കാൻ സെല് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ട്. ഒറിജിനൽ ഹോൾസ്റ്റാറ്റ് മൗണ്ടൻ സോൾട്ട്. അതൊക്കെ സോപ്പ് അല്ലേ? ഇതെന്താ സ്ക്രബറോ? ആപ്രിക്കോട്ട് സോപ്പ്, വാനില സോപ്പ്, അതൊക്കെ അല്ല. ലോഷൻസ്. ഇത് ഇവിടെ വെച്ചേക്കണം നോക്ക്. ഹായ്. അതെ അതെ, യെസ്. നോക്ക്, പെപ്പർ ആൻഡ് സോൾട്ട്, മൗണ്ടൻ സോൾട്ട്, സോൾട്ട്. ഇവിടെ ഒരു സോവനിയർ ഷോപ്പ് കണ്ടു. ഹായ്, ഉടുപ്പൊക്കെ ഉണ്ടല്ലോ. നോക്ക്, പോയി നോക്ക് സോവനിയർ. ഇവിടെ കുറെ സാധാരണ നമ്മളെല്ലായിടത്തും കാണുന്ന പോലെ സ്കാർഫൊക്കെ ഉണ്ട്. പിന്നെ നെക്ക് പില്ലോ, ക്യാപ്പ്, കുറെ ഐറ്റംസ് ഉണ്ട്. നമ്മൾ വാങ്ങിക്കാൻ പോണത് സോവനിയറാ. ഇവിടെ കണ്ടോ, സൈക്കിളിലും കുറെ ആൾക്കാർ പോകുന്നുണ്ട്. ഇവിടെ എന്ത് രസമായിരിക്കും അല്ലേ, സൈക്കിളിൽ ഫുൾ വഴി ചുറ്റിക്കാണാൻ. ഇതൊക്കെ സ്വാൻ്റെ ഷേപ്പിൽ ബോട്ട്. ഇതിനകത്ത് ബോട്ടിങ് ചെയ്യാനും കിടിലായിരിക്കും. ഈ വഴി സൈക്കിൾ ഔട്ടി പോകുമ്പം വേറൊരു വൈബായിരിക്കും. നോ ഗൈസ് നോ, ആരും തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്താ ചെയ്യണേ ഞാൻ കാണിച്ചു തരാം. സ്പെഷ്യൽ ടൈപ്പ് എന്തോ വിഷക്കായാന്ന്, സ്പെഷ്യൽ ടൈപ്പ് വിഷക്കായാന്നൊക്കെ എന്തൊക്കെയുണ്ട്. കുന്നിക്കുരു പോലെ ഇരിക്കുന്നത്. സോനിയർ പോലത്തെ ഷോപ്പ് നല്ല രസമുണ്ട്. നോക്കിയേ, കുറെ സാധനങ്ങള്.
ബാറാണോ ഇത്? This is a bar. Yeah. Yeah. നല്ല രസമാണ് വഞ്ചിയിൽ പോകണം. പല പല പട്ടികള് ഇവിടെ, എല്ലായിടത്തും പട്ടികളാണ്. അയ്യോ, എൻ്റെ അടുത്തേക്ക് വരരുത്. സ്റ്റാറ്റ്യൂ വന്നിട്ട് എന്ത് തോന്നി? വള്ളം അത്രേ ഉള്ളൂ? ഭയങ്കര കിടിലായിട്ടില്ലേ? ഇഷ്ടപ്പെട്ടു, നല്ല രസം. ഒരു ദിവസം ഫുള്ളൊക്കെ വന്ന ഫുള്ള് അല്ലേ, മേലെ വരെയൊക്കെ പോയി കറങ്ങി കണ്ട് പിന്നെ ഇവിടെ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ കഴിച്ച് റിലാക്സ് ചെയ്ത് സ്റ്റേ ചെയ്യാൻ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ അവര് ലഗേജസ് ഒക്കെ വലിച്ചോണ്ട് വരണതാണ്. നമുക്കൊരു ലൈക്ക് ഫെറിക്കകത്തും കയറ്റണം, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടും വരണം. പിന്നെ ഇവിടെ നല്ല വരുമ്പോ നല്ല വ്യൂ ഉണ്ട്. ഇപ്പൊ ഞങ്ങള് സ്റ്റേ ചെയ്യണതല്ല, ഞങ്ങള് വന്നിട്ട് തിരിച്ചു പോണതാണ്. ഇറ്റ്സ് ഗുഡ്. ആക്ച്വലി വൺ ടൈം എന്നല്ല, മോർ ദാൻ വൺ ടൈം. പക്ഷെ അല്ല, എനിക്ക് I'll say more than one time. ലൈക്ക് അടിപൊളി സ്ഥലം. പിന്നെ ഡിപ്പെൻസ് ഓൺ പീപ്പിൾസ് പ്രിഫറൻസ്. ഈ പുണ്യാളൻ ആരാന്നറിയോ? അല്ല, എനിക്കറിയില്ല. ഇതേ യേശുവിനെ എടുത്തു പിടിച്ചോണ്ടിരിക്കണ പുണ്യാളൻ, ഞങ്ങൾക്കറിയാത്ത ഒരു പുണ്യാളൻ. എല്ലാ വീട്ടിലും പൂക്കൾ. That's really good. ഓ, ഇവിടുന്ന് ആൾക്കാരിങ്ങനെ വ്യൂ കണ്ടോ? വാവ്, നോക്ക് നോക്ക് നോക്ക്. കറക്റ്റ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്പോട്ടിൽ നിന്ന് നമ്മൾ നടന്ന് അങ്ങ് ചെല്ലുമ്പോൾ ആ ഒരു ചേർച്ച് നമുക്ക് വിസിബിളായി വരുന്നത് കാണാൻ നല്ല രസമാണ്. യെസ്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഹോൾസ്റ്റാറ്റ് ഫുള്ള് കവർ ചെയ്തു. ഇനി നമ്മൾ മെല്ലെ തിരിക്കുകയാണ്. ഹോൾസ്റ്റാറ്റ് പറ. ബൈ ബൈ ഹോൾസ്റ്റാറ്റ്. പോവാണ് ഗൈസ്, തിരിച്ചു പോവാണ് നമ്മൾ. അങ്ങനെ ആ സ്റ്റണ്ണിങ് വ്യൂസൊക്കെ ഞങ്ങൾ ഫെറിയിൽ നിന്ന് ഒന്നും കൂടെ ലാസ്റ്റായിട്ട് ആസ്വദിച്ച് തിരിച്ചു പോന്നു. ഇനിയും ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ഇവിടെ തിരിച്ചു വന്ന് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ തിരിച്ചു വന്നപ്പോ എല്ലാം കൂടിയെന്ന്. ഈ വ്യൂ ഞങ്ങൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ അത് ഹാഫ് ഡേ ആയിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ അടുത്ത് പോണ സ്ഥലത്തിൻ്റെ പേരാണ് ഡക്സ്റ്റൈൻ ക്രിപ്പൻസ്റ്റൈൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് അത്യാവശ്യം ദൂരമുണ്ട്, അതുകൊണ്ട് നമ്മൾ അടുത്ത ട്രെയിനിന് വെയിറ്റ് ചെയ്യായിരുന്നു. ഞങ്ങളുടെ ട്രെയിൻ വന്നേ ആഫ്റ്റർ വെയിറ്റിംഗ് സോ ലോങ്. ഹായ് ഞാൻ പറഞ്ഞത് ഉണ്ട്. അയ്യോ, ഞാൻ പറഞ്ഞ വൃത്തികേടായിരുന്ന. പേര് വായിക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മൾ അടുത്തത് ഇനി പോണത് അപ്പർ ഓസ്ട്രിയയിൽ ഒബർട്രോൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഡക്സ്റ്റൈൻ ക്രിപ്പൻസ്റ്റൈൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. സോ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വ്ളോഗിലിടാം. അപ്പോൾ അതുവരെ ബായ്.